ഹായ് ഓൾ, ഇത് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ജിജോ ജോൺസ്, കൺസൾട്ടൻറ്റ് ഓർത്തഡോണ്ടിസ്റ്റ് ആൻഡ് ഇൻവിസ്ലൈൻ പ്രൊവൈഡർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നിരതെറ്റിയ പല്ലുകളെ എങ്ങനെ നേരെയാക്കി എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചില സമയത്ത് പേഷ്യൻസ് ക്ലിനിക്കിലേക്ക് വരുമ്പോൾ ഡോക്ടറെ എൻ്റെ പല്ലുകളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ തെറ്റിയൊക്കെ ഇരിക്കുകയാണ്, നമുക്കിതെങ്ങനെ ശരിയാക്കി എടുക്കാം എന്ന് പേഷ്യൻസ് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസാണ്, ഫസ്റ്റ് നമുക്ക് ഫിക്സ്ഡ് അപ്ലയൻസ്, അതായത് പല്ലിൽ മുത്തുകൾ ഒട്ടിച്ച് ചെയ്യുന്ന അപ്ലയൻസിനെയാണ് ഫിക്സ്ഡ് അപ്ലയൻസ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് അലൈനർ. ഇപ്പോൾ ഇത് അലൈനറാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മെത്തഡോളജി വഴി ടെക്നോളജി വഴി നമുക്ക് ഈ പല്ലുകളെ നേരെയാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അലൈനേഴ്സ്. നമുക്ക് ഫിക്സ്ഡ് അപ്ലയൻസ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ലേബിയൽ അപ്ലയൻസ്, ഈ പടത്തിൽ കാണുന്ന പോലെ പല്ലിൻ്റെ മുൻവശത്തൂടെ പാസ്സാകുന്ന അപ്ലയൻസുകളെയാണ് ലേബിയൽ അപ്ലയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലിംഗ്വൽ അപ്ലയൻസ്, ഈ പടത്തിൽ കാണുന്ന പോലെ പല്ലിൻ്റെ ഉൾഭാഗത്തൂടെ വരുന്ന അപ്ലയൻസുകളെയാണ് ലിംഗ്വൽ അപ്ലയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലേബിയൽ അപ്ലയൻസ് ആയാലും ലിംഗ്വൽ അപ്ലയൻസ് ആയാലും ഓരോ പല്ലുകളിലും ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള മുത്തുകൾ ഒട്ടിച്ചാണ് നമ്മൾ പല്ലുകളെ കറക്റ്റാക്കുന്നത്. പല്ലിൻ്റെ മേളിൽ മുത്തുണ്ടാകും, മുത്തിൻ്റെ അകത്തൂടെ ഒരു കമ്പി പാസ് ചെയ്യുന്നുണ്ടാവും. ആ ഓരോ കമ്പി മാറ്റുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വയർ ചേഞ്ച് അനുസരിച്ച് പല്ലുകൾക്ക് നേരെയായി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലേബിയൽ അപ്ലയൻസിൽ നമുക്ക് രണ്ട് ടൈപ്പാണ്, മെറ്റലുണ്ട്, സെറാമിക് ഉണ്ട്. മെറ്റൽ എന്ന് പറഞ്ഞാൽ അത് സിൽവർ കളറിൽ തന്നെ ഇരിക്കും. ഈ പടത്തിൽ കാണുന്ന പോലെ സിൽവർ കളറായിട്ടുള്ള അപ്ലയൻസ് ആയിരിക്കും. ഓരോ പല്ലിലും സിൽവർ കളറുള്ള മുത്തുകൾ ഒട്ടിച്ച് ചെയ്തേക്കുന്നതായിരിക്കും മെറ്റൽ അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് സെറാമിക് ബ്രേസസ്. സെറാമിക് ബ്രേസ് എന്ന് പറഞ്ഞാൽ അത് പല്ലിൻ്റെ കളറുള്ള ബ്രേസസ് ആയിരിക്കും, പക്ഷേ അതിൽ ഇതേപോലെ കമ്പിയും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഈ സെറാമിക് ബ്രേസസും മെറ്റൽ ബ്രേസസും തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കുക. മെറ്റൽ ബ്രേസസ് സാധാരണ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്ന ഒരു സാധനമാണ് മെറ്റൽ ബ്രേസസ്. സെറാമിക് ബ്രേസസ് എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിന് ഈ പല്ലിൽ സിൽവർ കളറിലെ മെറ്റൽ ബ്രാക്കറ്റുകൾ ഒട്ടിക്കുന്നതിന് വലിയ താല്പര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഹൈഫൈ പ്രൊഫൈലുള്ള പേഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചിരിക്കുമ്പം എൻ്റെ പല്ലിൽ ഇങ്ങനെ മെറ്റൽ സാധനങ്ങൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന പേഷ്യൻസാണ് സെറാമിക് ബ്രേസസ് എന്ന് പറയുന്നത്. ഈ സെറാമിക് ബ്രേസസിൻ്റെ പടമാണ് നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത്. സെറാമിക് ബ്രേസസിൽ അത് പല്ല് കളറുള്ള മെറ്റീരിയൽ വെച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ പല്ല് കളറുള്ള മെറ്റീരിയലായിരിക്കും, ഇൻഡിവിജ്വലായിട്ട് ഓരോ പല്ലിലും ഓരോ ബ്രാക്കറ്റുകൾ ഉണ്ടാവും, അതിൽ കൂടെ കമ്പി പാസ്സായിട്ടായിരിക്കും അത് വരുന്നത്. മെയിനായിട്ട് എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ഒരു കാഴ്ചയുടെ ഭംഗി എന്ന നിലയിലാണ് മെറ്റൽ ബ്രേസസും സെറാമിക് ബ്രേസസും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത വന്നിട്ടുള്ളത് ലിംഗ്വൽ ബ്രേസസ് എന്ന് പറയും. ലിംഗ്വൽ ബ്രേസസ് എന്ന് പറയുമ്പോഴും അത് ഇതേപോലെ പല്ലിൻ്റെ മുൻവശത്തൂടെ അല്ല പാസ് ചെയ്യുന്നത്, പക്ഷേ പല്ലിൻ്റെ ഉൾവശത്തുകൂടെ പാസ് ചെയ്യുന്നതിനാണ് ലിംഗ്വൽ അപ്ലയൻസസ് എന്ന് പറയുന്നത്. ഈ ലിംഗ്വൽ അപ്ലയൻസിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് അതും കാണത്തില്ല, കാരണം പേഷ്യൻറ്റിൻ്റെ പല്ലിൻ്റെ അകത്തൂടെ ഉള്ളതായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. ഉൾഭാഗത്തൂടെ ആണ് ആ ബ്രേസസ് പോകുന്നതുകൊണ്ട് പേഷ്യൻറ്റ് ചിരിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു എസ്തെറ്റിക് പർപ്പസസിൽ കുറച്ചും കൂടെ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലിംഗ്വൽ ബ്രേസസിൽ ഇതേപോലെ തന്നെ ഓരോ പല്ലുകളിലും ഓരോ മുത്തുണ്ടാവും, അതുവഴി കമ്പി വയർ പാസ്സാവും, ആ വയർ വഴിയായിരിക്കും പല്ലുകൾ മൂവ്മെൻറ്റ് നടക്കുക. രണ്ടാമത്തെ മെത്തേഡാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. അലൈനേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി. അലൈനേഴ്സ് ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഓഫ് ട്രേ, നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് പല്ലിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പേഷ്യൻസിന് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് അത് ഊരുകയും ഇടുകയും ചെയ്യാം. അപ്പോൾ പേഷ്യൻറ്റ് തന്നെത്താനെ റിമൂവ് ചെയ്തും തിരിച്ചിടാനും പറ്റും. പക്ഷേ നമ്മൾ ബ്രേസസ് ആകുമ്പം നമുക്കത് പേഷ്യൻസിന് ഊരാൻ പറ്റില്ല, ഡോക്ടർ തന്നെ ആയിരിക്കും അതിന് ഊരാനിടാനും ഒക്കെ പറ്റുന്നത്. അപ്പം അലൈനേഴ്സ് പേഷ്യൻസിന് ഊരാനിടാനും പറ്റും, കാണത്തില്ല, ട്രാൻസ്പെറൻ്റ് ആണ്, വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പേഷ്യൻസ് ചോദിക്കുന്ന ചെറിയൊരു ഡൗട്ടാണ്, ഡോക്ടറെ പല്ല് കമ്പി ഇടണോ, അല്ല ശരിക്കും ഒരു ഒറ്റ കമ്പിയുടെ ആവശ്യമല്ലേ ഉള്ളൂ നമ്മുടെ പല്ല് നേരെയാക്കാൻ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും ഒറ്റ കമ്പി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു വയറാണ് പാസ് ചെയ്യുന്നത്. ഈ പടത്തിൽ കാണുന്നത് ഒരു പ്ലെയിൻ വയറാണ് പോകുന്നത്. അതൊരു അക്രിലിക് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിനകത്ത് എംബഡ് ചെയ്ത് വെച്ചേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിടുമ്പം പല്ലുകളിലൊന്നും ഇത് പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല, അത് പല്ലിലൊന്നും ഓരോ ഇൻഡിവിജ്വൽ പല്ലുകളിലും ഇത് ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുവരും നമുക്ക് ഓരോ പല്ലുകളെയും അനക്കാൻ ഇതിന് കഴിയത്തില്ല, കാരണം ജസ്റ്റ് ഒരു പല്ലിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ കമ്പിയാണ്. ആ എടുത്തന്നുണ്ട് പ്ലെയിൻ കമ്പി, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊരു മെറ്റലിൻ്റെ ഒരു വയറാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി പല്ലുകൾ മൂവ് ആകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ശരിക്കും നമ്മൾ ഈ പ്ലെയിൻ കമ്പി അല്ലെങ്കിൽ റീറ്റെയിനർ എന്നുള്ള സാധനം കൊടുക്കുന്നത് പല്ലെ കമ്പി ഇട്ട് കഴിഞ്ഞ പേഷ്യൻസിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. കാരണം കമ്പി ഇട്ട് കഴിയുമ്പം പല്ലുകളൊക്കെ അടുത്ത് നേരെയായിട്ടൊക്കെ ഇരിക്കും. പക്ഷേ എപ്പം കമ്പി ഊരുന്നോ ആ പല്ലുകൾക്ക് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു പ്രവണത കാണിക്കാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സിംഗിൾ കമ്പി കൊടുക്കുന്നത്. അപ്പോൾ സിംഗിൾ കമ്പി ഉപയോഗിച്ചുകൊണ്ട് പല്ലുകൾ താക്കാനോ നേരെയാക്കാനോ ഒന്നും കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ബ്രേസസ് അല്ലെങ്കിൽ അലൈനേഴ്സ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പല്ലുകൾ നേരെയാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ. താങ്ക്